നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള അപ്പാണ് കേട്ടോ. ബേക്കിംഗ് സോഡയോ അങ്ങനെ കെമിക്കലായിട്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നൈസായിട്ടും സോഫ്റ്റ് ആയിട്ടും കിട്ടുന്ന ഒരപ്പം. ഇതിന്റെ പേര് ജീരാപ്പം എന്നാണ് കേട്ടോ. ജീരാപ്പം എന്ന് പറഞ്ഞാൽ ജീരകപ്പം എന്നുള്ളതായിരിക്കണം. നമ്മൾ പറയുമ്പോൾ ജീരാപ്പം ജീരാപ്പം എന്നാണ് പറയുക. വേണ്ടത് അരിയാണ്, പച്ചരിയാണ്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ എടുക്കുന്ന സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അളവിലാണ് പച്ചരി എടുത്തിരിക്കുന്നത്. ഇഡ്ഡലി റൈസ് വെച്ച് ഞാനിത് ചെയ്ത് നോക്കിയിട്ടില്ല, പച്ചരി തന്നെയാണ്. ഒരു 6 മണിക്കൂർ നേരം ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം 6 മണിക്കൂർ കുതിർത്തണം. കുതിർത്തുമ്പോൾ ആ കുതിർത്തിയ വെള്ളത്തിൽ തന്നെ വേണം അരയ്ക്കാൻ. മിക്സിയുടെ ജാറിലേക്ക് കുതിർത്തി വെച്ച അരിയും ഒരു 8-10 ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും പിന്നെ തേങ്ങയും വേണം, ചോറും വേണം. അതായത് 2 ഗ്ലാസ് പച്ചരിക്ക് അതിന്റെ നേർപകുതി ചോറും നേർപകുതി തേങ്ങയും, അതായത് 1 ഗ്ലാസ് തേങ്ങ ചിരകിയതും 1 ഗ്ലാസ് ചോറുമാണ്. ഇതെല്ലാം ഒരു ട്രിപ്പിൽ അരയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. അരച്ചെടുക്കുമ്പോൾ പച്ചരി കുതിർത്ത് വെച്ച അതേ വെള്ളത്തിൽ തന്നെ അരയ്ക്കണം. ഇനി അരയ്ക്കണ സമയത്ത് ഉപ്പും പഞ്ചസാരയും ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അരച്ചതിന് ശേഷമാണ് ഉപ്പും പഞ്ചസാരയും ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര, അതുപോലെ ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ഉപ്പ്. പഞ്ചസാര കൂടുതൽ വേണം എന്നുള്ളവർക്ക്, അതായത് മധുരമായിട്ടുള്ള അപ്പം വേണം എന്നുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. ഇനി ഇത് 8 മണിക്കൂറെങ്കിലും പുളിക്കണം. ഇപ്പം മഞ്ഞുകാലൊക്കെ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ രാത്രി 8 മണിക്ക് അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണിക്കൊക്കെ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ ഭയങ്കരമായിട്ട് പൊന്തി വന്നു എന്നും പറയാനില്ല കേട്ടോ. അത് ഈ സീസണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. സാധാരണ അപ്പം പോലെയോ അല്ലെങ്കിൽ ദോശക്കല്ലിൽ നമുക്ക് ദോശ പോലെയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇത് കഴിക്കുമ്പോഴത്തെ ഒരു സ്വാദ് എന്ന് പറഞ്ഞാൽ ആ ജീരകത്തിന്റെയും ഉള്ളിയുടെയും, ഉള്ളി ഇങ്ങനെ മൂപ്പിക്കുമ്പോൾ ഒക്കെ വരണ ഒരു സ്വാദും മണവും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു അപ്പാണ്. കുട്ടികൾ വൈകുന്നേരം വരണ സമയത്ത് സ്നാക്കായിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് വേറെ ഒരു കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ കൂടി നമുക്കിങ്ങനെ പൊട്ടിച്ച് 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 കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നീർദോശയൊക്കെ കഴിക്കണ പോലെ നമുക്ക് തോന്നും. ഈ ഒരു ജീരകവും ചെറിയ ഉള്ളിയും ചേർത്ത് അരയ്ക്കണത് ഈ അപ്പത്തിന് ഒരുപാട് ഒരുപാട് സ്പെഷ്യൽ ആക്കണുണ്ട് കേട്ടോ. അപ്പൊ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് നല്ല കോംബോ ആയിട്ട് തോന്നിയിട്ടുള്ളത് കറുത്ത കടല അല്ലെങ്കിൽ വെള്ളക്കടല കൂട്ടാൻ തന്നെയാണ് കേട്ടോ. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.